بسم الله الرحمن الرحيم ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة إنها عليهم مؤصدة في عمد ممددة السلام عليكم بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه وبعد നമ്മൾ സൂറത്തുൽ ഫീലാണ് വിശദീകരിച്ചത്. കഴിഞ്ഞ റമദാനിന് മുമ്പുള്ള ക്ലാസ്സിൽ സൂറത്തുൽ ഫീൽ. ഇന്ന് സൂറത്തുൽ ഹുമസ. ഈ സൂറത്തിന് സൂറത്തുൽ ഹുമസ, അതേപോലെ സൂറത്ത് വൈലുല്ലി കുല്ലി ഹുമസ എന്നും ഈ സൂറത്തിന് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ പേരുണ്ട്. ഇമാം ബുഖാരി സൂറത്ത് വൈലുല്ലി കുല്ലി ഹുമസ എന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ സൂറത്തുൽ ഹുതമ, പണ്ഡിതന്മാരിൽ ചിലർ ഇതിൽ ഹുതമ എന്ന് വന്നതിനാൽ സൂറത്തുൽ ഹുതമ, ഫൈറൂസ അൽ അബാദി സൂറത്തുൽ ഹുതമ എന്ന് ഇതിന് പേര് നൽകിയത് കണ്ടു. സൂറത്തുൽ ഹുമസ മക്കയിൽ അവതീർണമായ സൂറത്താണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്താണ്. 9 ആയത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മുസ്ലിമീങ്ങളെയും പരിഹസിച്ച് ദൂഷ്യം പറഞ്ഞിരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു മക്കയിൽ. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ പേരിൽ, അതേപോലെ ഇസ്ലാം മതം ആശ്ലേഷിച്ചതിൻ്റെ പേരിൽ മുസ്ലിമീങ്ങളെ ആക്ഷേപിക്കുന്ന, കുത്തിപ്പറയുന്ന, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുന്ന, കുത്തിപ്പറയുന്ന കുറേ ആളുകളുണ്ടായിരുന്നു മുശ്രിക്കുകളിൽ. അവരിൽ ചിലർ അതിൽ ആക്ഷേപത്തിലും കുത്തുവാക്കുകളിലും അഗ്രഗണ്യന്മാരും നിപുണന്മാരുമായിരുന്നു. ഭയങ്കര ശാസ്ത്രീയമായിട്ട് അവർ ആ പണി നിർവഹിക്കുമെന്ന് റഹ്മത്തുള്ള. അപ്പോൾ അവരുടെ വിഷയത്തിലാണ് ഈ ആയത്തുകളുടെ അവതീർണത. മനസ്സിലായോ? ചരിത്ര ഗ്രന്ഥങ്ങളിൽ ചിലർ, ഇപ്പോൾ ഒന്ന് അൽ അഖ്നസ് ഇബ്നു ഷുറൈഖ് റഹ്മത്തുള്ള, അഖ്നസ് ഇബ്നു ഷുറൈഖ്, മറ്റൊന്ന് അൽ അസ്വദ് ഇബ്നു അബ്ദു യഗൂസ്, ഇവർ രണ്ടാളും സഖീഫ് ഗോത്രക്കാരാണ്. അതേപോലെ തന്നെ ജമീൽ ഇബ്നു ആമുർ, അതേപോലെ തന്നെ അൽ ആസ് ഇബ്നു അൽ വായിൽ, അതേപോലെ ഉമയ്യ ഇബ്നു ഖലഫ്, ഉബയ്യ ഇബ്നു ഖലഫ്, അതേപോലെ തന്നെ അൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി. ഇവരൊക്കെ പരിഹാസത്തിൽ, അതേപോലെ തന്നെ കുത്തുവാക്കുകൾ പ്രയോഗിക്കുന്നതിൽ, ആക്ഷേപിക്കുന്നതിൽ വളരെ കേമന്മാരായിരുന്നു വിശ്വാസികളെയും മുസ്ലിമീങ്ങളെയും. അൽ അഖ്നസ് ഇബ്നു ഷുറൈഖ് അസ്സഖഫി, അൽ അസ്വദ് ഇബ്നു അബ്ദു യഗൂസ് അസ്സഖഫി, ജമീൽ ഇബ്നു യഅമുർ അൽ ജമഹി, അൽ ആസ് ഇബ്നു വായിൽ അസ്സഹമി, ഉമയ്യ ഇബ്നു ഖലഫ്,
അതേപോലെ ഉബൈ ഇബ്നു ഖലഫ്, അൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി, ഇവരൊക്കെ ഭയങ്കര പരിഹാസത്തിൻ്റെ ആളുകളായിരുന്നു. കുത്തുവാക്കുകളും അതേപോലെ അധിക്ഷേപങ്ങളും നടത്തുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഇവരുടെയൊക്കെ വിഷയത്തിൽ അവതീർണമാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഇവരുടെ ആക്ഷേപങ്ങളുടെ വിഷയത്തിലാണ് ഈ സൂറത്തിൻ്റെ അവതീർണത എന്നുള്ളത് കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു വ്യക്തിയെ നിർണയിച്ചല്ല സൂറത്തിൻ്റെ അവതീർണത. പിന്നെയോ ഇവരും ഇവരുടെ സ്വഭാവം ആരൊക്കെ വഹിക്കുന്നു അവരുടെയൊക്കെ വിഷയത്തിലാണ് ഈ സൂറത്തിൻ്റെ അവതീർണത. ഇവിടെ വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുത്വമ വമാ അദ്റാക മൽ ഹുത്വമ നാറുല്ലാഹിൽ മൂഖദ അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുസ്വദ ഫി അമദിൻ മുമദ്ദദ. ഈ വചനങ്ങളുടെ അവതീർണത ഈ പരിഹാസികൾ, ഇതിൽ ജമീൽ ഇബ്നു യഅ്മുർ ഇദ്ദേഹം മക്കം ഫതഹിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മക്കം ഫതഹിൽ ഇസ്ലാം സ്വീകരിച്ച് ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനാണ്. അദ്ദേഹം സഹാബിയാണ്. പിന്നീട് മനസ്സിലായത് ഈ ജമീൽ ഇബ്നു യഅ്മുർ അസ്സഹമി അൽ ജമഹി, ബനു ജമഹ ഗോത്രക്കാരനാണ്. ജമീൽ ഇബ്നു യഅ്മുർ അൽ ജമഹി, അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അത് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ഇവർ പരിഹാസികളായിരുന്നു. മോശമായ രീതിയിൽ അവർ ആക്ഷേപിക്കുമായിരുന്നു. അപ്പോൾ ഇത്തരം ആളുകളുടെ വിഷയത്തിലാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത്. അത് ഇവരിൽ പരിമിതമല്ല. പിന്നെ ഇവരുടെ പേരിലാണ് ഇത് ഇറങ്ങിയിട്ടുള്ളതെങ്കിലും ഇവരുടെ സ്വഭാവക്കാരായവരുടെയൊക്കെ വിഷയത്തിൽ ഈ ആയത്തിൻ്റെ വിധിയുണ്ട്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇപ്പോൾ സൂറത്തുൽ ഹുമസ വിശുദ്ധ ഖുർആനിൽ 32ാമത്തെ സൂറത്തുകളുടെ ക്രമീകരണം നോക്കുകയാണെങ്കിൽ 32ാമത് അവതീർണമായ സൂറത്താണ് സൂറത്തുൽ ഹുമസ. മനസ്സിലായില്ലേ? സൂറത്തുൽ മുർസലാത്തിൻ്റെയും സൂറത്തുൽ ഖിയാമയുടെയും ഇടയിലാണ് ഇതിൻ്റെ അവതീർണത. സൂറത്തുൽ മുർസലാത്ത് കഴിഞ്ഞ് പിന്നെ സൂറത്തുൽ ഹുമസ, പിന്നെ സൂറത്തുൽ ഖിയാമ. ഇങ്ങനെയാണ് അതിൻ്റെ അവതരണത്തിലുള്ള ക്രമം. എന്താ വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ? വൈലുൻ ഇഷ്മാന വൈലുൻ. വൈലുൻ എന്ന് പറഞ്ഞെങ്കിൽ അത് ഒന്ന് പിന്നെ വൈലുൻ എന്നുള്ളത് ഇപ്പം നമ്മൾ നാശം എന്നതിനർത്ഥം പറയും. മലയാളത്തിൽ ആശയാർത്ഥം അത് ശരിയാണ്. വൈലുൻ ശക്തമായ താക്കീത്, അതേപോലെ തന്നെ ശക്തമായ ശിക്ഷ. അതാണ് വൈലുൻ എന്നുള്ളതിൻ്റെ ഉദ്ദേശാർത്ഥം. ശക്തമായ മുന്നറിയിപ്പ്, താക്കീത്, ശിക്ഷ, അതാണ് വൈലുൻ. അല്ലെങ്കിൽ വൈലുൻ എന്നുള്ളത് ഏറെക്കുറെ മുഫസ്സിരിങ്ങളൊക്കെ പറഞ്ഞർത്ഥം. മറ്റൊരർത്ഥം വാദിൻ ഫി ജഹന്നം, ജഹന്നമിൽ ഒരു വാദി, ഒരു താഴ്വാരാണ്, ഒരു നിമ്നസ്ഥാനം, ഒരു താഴ്ന്ന സ്ഥലം. വൈലുൻ സൂദ് എന്ന് പറഞ്ഞിട്ട് നരകത്തിൽ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, ഒരു കയറ്റുണ്ട് സൂദ്. വൈലുൻ എന്ന് പറഞ്ഞിട്ട് അതേപോലെ ഒരു താഴ്വാരമുണ്ട്. ശരി, ഈ സൂദ് ഒരിക്കലും കയറാൻ പറ്റൂല. പക്ഷെ ചിലരെ അത് കയറാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കും. അതാണ് സൂറത്തുൽ മുദ്ദസിറിൽ നമ്മൾ വായിക്കണത്. എന്ത് പിന്നെ ഇന്നഹു ഫക്കറ വഖദ്ദർ സുമ്മ ഖുതിലക, അവിടെ ആയത്തിൽ പറയില്ലേ, പിന്നെ അൽ വലീദ് ഇബ്നുൽ മുഗീറയെ കുറിച്ച് പറയുണ്ടല്ലോ, പിന്നെ അൽ കാഫിരീന ഗൈറു യസീർ ദർനി വമൻ ഖലഖ്തു വഹീദ വജഅൽതു ലഹു മാലൻ മംദൂദ വബനീന ശുഹൂദ വമഹ്ഹതു ലഹു തംഹീദ സുമ്മ യത്മഉ അൻ അസീദ് കല്ല ഇന്നഹു കാന ലിആയാതിന അനീദ സഉർഹിഖുഹു സഊദ. അവനെ ഞാൻ നിർബന്ധിക്കും. എന്തിനു നിർബന്ധിക്കും? സൗദിന് നിർബന്ധിക്കുന്നതാണ്. എന്നാൽ ആ കയറ്റം കയറാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കും. അത് കയറാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില അസറുകളിൽ കാണാം
സൂദ് എന്ന് പറയുന്ന ഒരു ഉയർന്ന സ്ഥലവും അതേപോലെ തന്നെ വൈൽ എന്ന് പറയുന്ന താഴ്വാരവും നരകത്തിലുണ്ട്. വൈലുൻ വാദിൻ ഫി ജഹന്നം, ജഹന്നമിലെ ഒരു താഴ്വാരമാകുന്നു വൈൽ എന്നുള്ളത്. കാഫിർ പിന്നെ നരകത്തിന്റെ ആഴിയിൽ എത്തുന്നതിന് മുമ്പായി 40 വർഷം ഈ വൈലിൽ കിടക്കും, വൈൽ എന്ന് പറയുന്ന ഈ താഴ്വാരത്തിൽ കിടക്കും, വീണ് കിടക്കും എന്നറിയിക്കുന്ന ഹദീസുകളുണ്ട്. ചില പണ്ഡിതന്മാരൊക്കെ ഹദീസിനെ സഹി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് വൈൽ എന്നുള്ളത്. ഏതായാലും നരകത്തിലെ ഒരു താഴ്വാരമാണ് വൈൽ എന്നും അതല്ല ശക്തമായ മുന്നറിയിപ്പ്, താക്കീത് എന്ന അർത്ഥത്തിൽ വൈൽ വരും. അതിനാണ് നമ്മൾ നാശം എന്ന് പറയുന്നത്. വൈ എന്നാണ് അതിൻ്റെ അസിൽ. വൈ ഇങ്ങനെ വൈ എന്നുള്ളതാണ് അസിൽ. പിന്നെ അറബികളെ പ്രയോഗിച്ച് വൈ ലി ഫുലാൻ എന്നുള്ളതാണ്. വൈ ലി ഫുലാൻ, ഇന്നവന് നാശം എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്നവന് മുന്നറിയിപ്പ്, താക്കീത്. പിന്നെ ഈ ലാമിനെ ഈ വൈയിലേക്ക് ചേർത്തിട്ട് വൈലുൻ എന്ന പ്രയോഗം വന്നു എന്നൊക്കെ ഭാഷാ ഗ്രന്ഥങ്ങൾ അതിനെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങൾ കാണാൻ സാധിക്കും. ഏതായാലും വൈൽ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. വൈലുൻ എന്നുള്ളത് കൊണ്ട് ഒന്ന് ഉദ്ദേശിക്കുന്നത് ശക്തമായ മുന്നറിയിപ്പ്, താക്കീത്, അല്ലെങ്കിൽ അത് നരകത്തിലെ ഒരു താഴ്വാരം, താഴ്ന്ന സ്ഥലം. വൈലുൻ, വൈലുണ്ട്, വൈലുണ്ട് ആർക്ക്? ലികുല്ലി ഹുമസത്തിൽ ലുമസ, ലികുൽ എല്ലാ ഹുമസത്തിനും ലുമസത്തിനും. അപ്പൊ എന്താണ് ഹുമസത്ത്, എന്താണ് ലുമസത്ത്? എല്ലാ ഹുമസത്തിനും ലുമസത്തിനും വൈലുണ്ട് എന്നാണ്. വൈൽ എന്താണ് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇനി അത് ആർക്കാണ് ഉള്ളത്? അതുള്ളത് എല്ലാ കുല്ലി ഹുമസത്തിനും അതേപോലെ ലുമസത്തിനാണ്. ഹുമസത്ത് ലുമസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് പദം ഉണ്ടല്ലോ, ഒന്ന് ഹുമസ മറ്റൊന്ന് ലുമസ. ഇത് മീമിന് ഫതഹാണ് അല്ലേ? ലുമസ, മീമിന് ഫതഹാണ്. ഹുമസ ലുമസ. ദുഹക ലുഅന എന്നൊക്കെ പറയും. ദുഹക നമ്മൾ നന്നായി ചിരിക്കുന്നവൻ എന്നർത്ഥം, നന്നായി ചിരിക്കുന്നവൻ. ലുഅന എന്ന് പറയും നന്നായി പരിഹസിക്കുന്നവൻ എന്നർത്ഥത്തിൽ. അതേ വസിലിനാണ് ഹുമസയും ലുമസയും ഉള്ളത്. ചിലർ പറഞ്ഞ് ഹുമസയും ലുമസയും രണ്ടും ഒരേ അർത്ഥത്തിലാണ്, രണ്ടും ഒരേ അർത്ഥത്തിലാണ്. ഹുമസ എന്താണോ അർത്ഥമാക്കുന്നത് അത് തന്നെയാണ് ലുമസയും അർത്ഥാക്കുന്നത്. അപ്പൊ ഹുമസ എന്താണ് അർത്ഥാക്കുന്നത്? ഹുമസ അർത്ഥമാക്കുന്നത് പരദൂഷണം പറയുന്നവൻ എന്നാണ്, പരദൂഷണം പറയുന്നവൻ. അപ്പൊ ഹുമസ ലുമസ എന്ന് പറഞ്ഞാൽ രണ്ടും എന്താ അർത്ഥാക്കണത്? എന്താ അർത്ഥാക്കണത്? പരദൂഷണം പറയുന്നവൻ എന്നാണ്. പക്ഷേ താ വന്ന് ഇവിടെ ഹുമസ് ലുമസ് എന്നും ഇതിൻ്റെ കൂടെ എന്ത് വന്ന്? താ വന്ന്. ഈ താ കൊണ്ടുവന്നത് എന്തിനാണ്? അത് അലൈഹിസ്സലാം അഗാധാർത്ഥം അറിയിക്കാനാണ്. നന്നായി പരിഹസിക്കുന്നവൻ, അല്ലെങ്കിൽ നന്നായി പിന്നെ പരദൂഷണം പറയുന്നവൻ, ദുഷിപ്പ് പറയുന്നവൻ, ദുഷിപ്പ് പറയുന്നവൻ, നന്നായി ദുഷിപ്പ് പറയുന്നവൻ എന്നർത്ഥം കിട്ടാനാണ് ഈ താ വന്നത്. ഹുമസ ലുമസ. അപ്പൊ അർത്ഥപ്രകാരം വൈലുൻ ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ എന്താ അർത്ഥം? പരദൂഷണം പറയുന്നവർ, പരദൂഷണം പറയുന്നവർ അവർക്കെല്ലാം എന്തുണ്ട്? വൈലുൻ ശക്തമായ മുന്നറിയിപ്പുണ്ട്, താക്കീതുണ്ട്, അല്ലെങ്കിൽ നരകത്തിൽ ഒരു വൈൽ എന്ന താഴ്വാരം ശിക്ഷയായിട്ടുണ്ട് എന്നാണ്. അതേപോലെ തന്നെ ഹുമസ ലുമസ എന്ന് പറഞ്ഞാൽ തൊആൻ, തൊആൻ എന്നാണ് കുത്തി പറയുന്നവൻ എന്നാണ്. കുത്തി പറയുന്നവൻ, കുത്തി പറയുന്നവൻ. രണ്ടിനും ഒരേ അർത്ഥം. ആദ്യം നമ്മൾ പറഞ്ഞ് പരദൂഷണം പറയുന്നവൻ. രണ്ടാമത്തെ അർത്ഥം തൊആൻ എന്ന് പറഞ്ഞാൽ കുത്തി പറയുന്നവൻ. എന്താ ഈ കുത്തി പറയാന്ന? കുത്തി പറയണ കൈകൊണ്ട് കുത്തിയിട്ട് പിന്നെ പറയാ അല്ല. കുത്തി പറയാന്ന് പറഞ്ഞാല് ദുഷിപ്പ് പറയാ, ദുഷിപ്പിച്ച് പറയാ, കുത്തി പറയാ. അപ്പൊ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ പരദൂഷണം പറയുന്നവർ അല്ലെങ്കിൽ കുത്തി പറയുന്നവർ അവർക്കെല്ലാം വൈലുണ്ട്, ശക്തമായ താക്കീതും മുന്നറിയിപ്പും നാശവുമുണ്ട്, അല്ലെങ്കിൽ നരകത്തിലെ ഒരു താഴ്വാരം ശിക്ഷയായിട്ട് അവർക്കുണ്ട് എന്നുള്ളത്. ഇതിപ്പോ ഹുമസക്കും ലുമസക്കും ഒരേ അർത്ഥമാണ് പറഞ്ഞത് എന്ന് പറയുന്നവരുടെ ഭാഷയാണ്.
അല്ലേ? ആ വിവരണ പ്രകാരമാണ്. ഹുമസ ലുമസ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പരദൂഷണം പറയുന്നവർ അല്ലെങ്കിൽ കുത്തി പറയുന്നവർ. ചിലർ പറഞ്ഞില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഇതാണ് പ്രയോഗിച്ചത്. ഹുമസയും പ്രയോഗിച്ചിട്ടുണ്ട്, ലുമസയും പ്രയോഗിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ രണ്ടിനും രണ്ടർത്ഥമാണ്. അപ്പോൾ രണ്ടർത്ഥം എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ ഇവിടെ ചിലർ പറഞ്ഞ് ഹുമസ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ദുഷിപ്പ് പറയുന്നവനാണ് ഹുമസ. ജനങ്ങളെ കുറിച്ച് ദുഷിപ്പ് പറയുക. ലുമസ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ തറവാടിനെ കുറിച്ച് ദുഷിപ്പ് പറയുക. ചിലർ എന്ത് ചെയ്യും? ചിലർ വൈയക്തികമായിട്ട് ദുഷിപ്പ് പറയും, ചിലർ തറവാടിനെ കുറിച്ച് ദുഷിപ്പ് പറയും. അപ്പോൾ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നവൻ ഹുമസയാണ്, ആളുകളുടെ തറവാടിനെ ആക്ഷേപിക്കുന്നവൻ ലുമസയാണ്. ഖലാസ്, അതൊരു വ്യത്യാസം. മറ്റു ചിലർ പറഞ്ഞത് ഹുമസ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മൂത്ത് നോക്കിയിട്ട് ചീത്ത അറിയും. ചിലർ മൂത്ത് നോക്കിയിട്ട് ആക്ഷേപിക്കും, അവനാണ് ആര്? ഹുമസ. ലുമസ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പിന്നിന്ന് സംസാരം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഓൻ്റെ വക പറയാം, ഓൻ പോയി, അപ്പോൾ ഓനെ കുറിച്ച് അവൻ്റെ പിന്നിൽ നിന്ന് ദുഷിപ്പ് പറയാം. അപ്പം മുഖത്തോട് മുഖം ദുഷിപ്പ് പറയുന്നവൻ ഹുമസയും പിന്നിൽ നിന്ന് ആക്ഷേപിക്കുന്നവൻ ലുമസയും. മറ്റു ചിലർ പറഞ്ഞത് ഹുമസ കയ്യാങ്കളിയാണ്, കൈകൊണ്ട് ഉപദ്രവിക്കുക, അതാണ് ഹുമസ. ലുമസ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് ഉപദ്രവിക്കുക. എങ്ങനെ കണ്ണുകൊണ്ട് ഉപദ്രവിക്കുക? കണ്ണുകൊണ്ട് എങ്ങനെ ഉപദ്രവിക്കുക? കണ്ണുകൊണ്ട് ആംഗ്യ ഭാഷയിലൂടെ ഗോഷ്ഠി കാണിച്ചുകൊണ്ട് ഉപദ്രവിക്കുക, അതാണ് ലുമസ. അങ്ങനെ പ്രയോഗിക്കും. ഇപ്പോൾ ഈ ഹംസ്, ലംസ്, ഗംസ്, ഇത് അറബിയിൽ 3 പ്രയോഗമാണ്. ഹംസ്, ലംസ്, ഗംസ്. ഹംസ് കൈകൊണ്ടുള്ള ഉപദ്രവമാണ്, ലംസ് നാവ് കൊണ്ടുള്ള ഉപദ്രവമാണ്, ഗംസ് കണ്ണുകൊണ്ടുള്ള ഉപദ്രവമാണ്. ഇത് ഈ 3 ഭാഷ, ഹംസ്, ലംസ്, ഗംസ്, ഇത് അറബി ഭാഷയിൽ പ്രയോഗിക്കും. ഒന്ന് കൈകൊണ്ട് ദ്രോഹിക്കുന്നതിന്, മറ്റൊന്ന് നാവ് കൊണ്ട് ദ്രോഹിക്കുന്നതിന്, പിന്നെ ഒന്ന് കണ്ണുകൊണ്ട് ദ്രോഹിക്കുന്നതിന്. കണ്ണുകൊണ്ടുള്ള ദ്രോഹം അതുണ്ട്. വൈദാ മർറൂ ബിഹിം യതഗാമസൂൻ. യശ്മാനാത്തു വൈദാ മർറൂ ബിഹിം, മുഅ്മിനീങ്ങൾ അവിശ്വാസികളുടെ അടുക്കിലൂടെ നടന്നു പോയാൽ യതഗാമസൂൻ, അവർ കണ്ണുകൊണ്ട് ഗോഷ്ഠി കാണിക്കുമായിരുന്നാണ്. അങ്ങനെ ഉണ്ടല്ലോ ആളുകൾ, എങ്ങനെ പോകും? ഇങ്ങനെ കാണിക്കൂല്ലേ? ചെറിയൊക്കെ ഒന്ന് കൂട്ടി കണ്ണുകൊണ്ടുള്ളൊരു കളിയുണ്ട്. അത് ഒരു ഭയങ്കര പ്രയോഗമാണ്. അപ്പോൾ അത് അതിനാണ് ഗംസ് എന്ന് പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, യതഗാമസൂൻ. ഇവിടെ ഹുമസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവ് കൈകൊണ്ടുള്ള ഉപദ്രവം, ലുമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുകൊണ്ടുള്ള ഉപദ്രവം. ചിലർ പറഞ്ഞ് ഹുമസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവ് കൊണ്ട് ഉപദ്രവം, ലുമസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൈകൊണ്ടുള്ള ഉപദ്രവം. ഹുമസ കൈകൊണ്ടുള്ള ഉപദ്രവം, ലുമസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവ് കൊണ്ടുള്ള ഉപദ്രവം. ഏതായാലും ഹുമസ, ലുമസ എന്ന ഈ 2 വാക്കുകൾ അതിൽ താ വന്ന് ഹുമസ്, ലുമസ് എന്ന് പ്രയോഗിച്ചാൽ തന്നെ അർത്ഥമുണ്ട്. പക്ഷെ അതിൽ താ വന്നത് എന്തിനാണ്? താ വന്നത് അത് കൂടുതൽ അഗാധാർത്ഥം ദ്യോതിപ്പിക്കാനാണ്. അപ്പോൾ പരിഹസിക്കുന്നവൻ എന്നതിനർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവല പരിഹാസിയല്ല, കുത്തി പറയുന്നവൻ എന്നർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം കുത്തി പറയുന്നവനല്ല, പിന്നെ നന്നായി അധിക്ഷേപിക്കുകയും നന്നായി കുത്തി പറയുകയും ചെയ്യുന്നവൻ എന്ന അർത്ഥം കിട്ടാനാണ് ഇവിടെ ഈ താ വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ അറബി ഭാഷയിൽ അങ്ങനെ ഉണ്ട്. ഇപ്പം അല്ലാമ എന്നാരെ കുറിച്ചാണ് പറയാ? അല്ലാം എന്ന് പറഞ്ഞാൽ കൂടുതൽ വലിയ പണ്ഡിതൻ എന്നല്ല അർത്ഥം. അല്ലാമ എന്ന് പ്രയോഗിക്കും. അല്ലാമ നാസറുദ്ദീൻ അൽ അൽബാനി, അല്ലാമത്തു ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വലിയ പണ്ഡിതൻ എന്ന അർത്ഥത്തിലാണ്. ആ വലിയ പണ്ഡിതൻ എന്ന അർത്ഥം കൊണ്ടത് ആരാണ്? ഈ തായാണ്. അപ്പം ആ അർത്ഥം, ഒരു അഗാധാർത്ഥ പ്രയോഗം കൂടുതൽ ഒരാശയം ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ട് താ വരും. അറബി ഭാഷയിൽ അങ്ങനെ വരും. അങ്ങനെ വന്ന തായാണിത്. അപ്പോൾ ഇവിടെ നന്നായി കുത്തി പറയുന്നവൻ, നന്നായി ആക്ഷേപിക്കുന്നവൻ എന്നർത്ഥം. അപ്പോൾ ഇവിടെ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഇവിടെ ഹുമസത്തിനും ലുമസത്തിനും എന്ന് പറഞ്ഞാൽ രണ്ടിനും ഒരർത്ഥമാണ്. ഒന്നുകിൽ പരദൂഷണം പറയുന്നവൻ, പരദൂഷണം പറയുന്നവർക്കെല്ലാം ഉണ്ട് എന്നാണ്. ലികുൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് എന്നാണ്. എന്തുണ്ട്? വൈലുൻ ഉണ്ട്.
അപ്പോൾ വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ, പരദൂഷണം പറയുന്നവർക്കെല്ലാം വൈലുണ്ട്, നരകത്തിൽ ഒരു താഴ്വാരം ശിക്ഷയായിട്ടുണ്ട്, അല്ലെങ്കിൽ നാശമുണ്ട്, ശിക്ഷയുണ്ട്. ഇനി വേറെ ചിലർ പറഞ്ഞില്ല, ഹുമസത്തുൽ ലുമസ് എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നവൻ എന്നർത്ഥം. അപ്പോൾ ആക്ഷേപിക്കുന്നവർക്കെല്ലാം വൈലുണ്ട്. ചിലർ പറഞ്ഞില്ല, ഹുമസത്തിൻ്റെ അർത്ഥം വേറെ, ലുമസയുടെ അർത്ഥം വേറെ. ഹുമസ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ആക്ഷേപിക്കുന്നവൻ, ലുമസ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ തറവാട് ആക്ഷേപിക്കുന്നവർ. അങ്ങനെ ഉണ്ടല്ലോ ആളുകൾ. ചിലർ തറവാടിനെ ദുഷിപ്പിച്ച് പറയും, ഓൻ ഇന്ന തറവാട്ടുകാരനാണെന്ന് പറഞ്ഞാൽ അതിന് എരപ്പത്തരം പറയും. ചിലർ വ്യക്തികളെ വൈയക്തികമായിട്ട് എന്ത് ചെയ്യും, ആക്ഷേപിക്കും. വൈയക്തികമായി ആക്ഷേപിക്കുന്നവൻ അതാണ് ഹുമസ, തറവാടിനെ നോക്കി ആക്ഷേപിക്കുന്നവനാണ് ലുമസ. ചിലർ പറഞ്ഞില്ല, ചിലർ നേരിട്ട് തന്നെ പറയും, അതിൽ മടി ഉണ്ടാവില്ല, നേരിട്ട് മനുഷ്യന്മാരെ ആക്ഷേപിക്കും, മുഖത്തോട് നോക്കിയിട്ട് ആക്ഷേപിക്കും. അങ്ങനെയുള്ളവരാണ് ഹുമസ. ജനങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നാമ്പുറത്ത് കളിക്കണവനാണ് ആര്, ലുമസ. ചിലർ പറഞ്ഞില്ല, ഹുമസ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ദ്രോഹിക്കുന്നവൻ, ലുമസ എന്ന് പറഞ്ഞെങ്കിൽ കണ്ണുകൊണ്ട് ഗോഷ്ഠി കാണിക്കുന്നവൻ ലുമസ. ചിലർ പറഞ്ഞ് കൈകൊണ്ട് ആക്രമിക്കുന്നവൻ ഹുമസ, ലുമസ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട്. വലാ തൽമിസു അംഫുസക്കും. എന്താ വലാ തൽമിസു അംഫുസക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ദുഷിച്ചു പറയരുതെന്നാണ്. അവിടെ ലമസ അതാണ്, വലാ തൽമിസു, മനസ്സിലായില്ലേ? അപ്പം ലുമസ ഹുമസ. ഇതിനെന്താ മനസ്സിലാക്കാനുള്ളത്? ഈ പറഞ്ഞതൊന്നും വൈരുദ്ധ്യങ്ങളല്ല. ഹുമസക്കും ലുമസക്കും ഈ പറഞ്ഞ ആശയങ്ങളൊന്നും എന്തല്ല, ഒന്നൊന്നിനെ ഏറ്റുമുട്ടുന്നതല്ല, പിന്നെ ഒന്നൊന്നിന് പൂരകമെന്നോണാണ്. അപ്പം അതൊക്കെ ഉദ്ദേശമാണ്, എല്ലാം ഇവിടെ ഉദ്ദേശമാണ്. ജനങ്ങളെ പരദൂഷണം പറയുന്നവൻ, ജനങ്ങളെ ആക്ഷേപിക്കുന്നവൻ, ജനങ്ങളെ മുഖത്ത് നോക്കി ആക്ഷേപിക്കുന്നവൻ, ജനങ്ങളെ പിന്നിൽ നിന്ന് ആക്ഷേപിക്കുന്നവൻ, ജനങ്ങളെ നാവുകൊണ്ട് കൈകൊണ്ട് കണ്ണുകൊണ്ട് ഒക്കെ ദ്രോഹിക്കുന്നവൻ, അവനൊക്കെ ഇതിൽ പെട്ട് ഈ ഹുമസത്തുൽ ലുമസ എന്നതിൽ പെട്ട്, ഹുമസത്തുൽ ലുമസ എന്നതിൽ പെട്ട്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, എല്ലാ ഹുമസക്കും ലുമസക്കും ഉണ്ട് എന്തുണ്ട്, വൈലുൻ, ശക്തമായ മുന്നറിയിപ്പുണ്ട്, താക്കീതുണ്ട്, ശിക്ഷയുണ്ട്, നാശമുണ്ട്, അല്ലെങ്കിൽ നരകത്തിലെ ഒരു താഴ്വാരം തന്നെ അവർക്ക് ശിക്ഷയായിട്ട് ഉണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. ഈ അഖ്നസ് ഇബ്നു ശുറൈഖ് അസ്സഖഫിയും അൽ അസ്വദ് ഇബ്നു അബ്ദു യഗൂസ് അസ്സഖഫിയും ജമീൽ ഇബ്നു യഅ്മുർ അൽ ജമഹിയും അൽ ആസ് ഇബ്നു വാഇൽ അസ്സഹമിയും ഉമയ്യ ഇബ്നു ഖലഫ് അൽ വലീദ് ഇബ്നു അൽ മുഗീറ തുടങ്ങിയവരൊക്കെ വലിയ സമ്പന്നരായിരുന്നു. നല്ല സമ്പന്നതയുടെ ഗർവിൽ അവരെന്ത് ചെയ്തിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചിരുന്നു. അവർ മുസ്ലിമീങ്ങളെ ദ്രോഹിച്ചിരുന്നു. അവരുടെ വിഷയത്തിലാണ് ഈ ആയത്തുകളുടെ അവതീർണത എന്ന് നമ്മൾ പറഞ്ഞു. അത് അവരിൽ പരിമിതമല്ല, ആർക്കൊക്കെ ആ സ്വഭാവമുണ്ട്, അവരുടെയൊക്കെ വിഷയത്തിൽ ഒരുപോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. ഈ അല്ലദീ ആരാണ് ഈ ലുമസത്ത്? അല്ലദീ അവൻ എങ്ങനെയുള്ളവനാണ്? ജമഅ മാലൻ, അവൻ സമ്പത്ത് ശേഖരിക്കുകയും വഅദ്ദദഹു, അതിനെ അവൻ എണ്ണുകയും ചെയ്തിരിക്കുന്നു. അദ്ദദ എന്ന് പറഞ്ഞാൽ അദ്ദദ ഹു എന്നാണ്. അദ്ദദ എന്ന് പറഞ്ഞാൽ അഹ്സ, എണ്ണി തിട്ടപ്പെടുത്തി. ഹു എന്ന് പറഞ്ഞാൽ അതിനെ പറഞ്ഞാൽ മാലൻ, സമ്പത്തിനെ. അദ്ദദഹു, അതിനെ അവൻ എണ്ണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. വാവ് ആതിഫിൻ്റെത്. ജമഅ മാലൻ, സമ്പത്തിനെ അവൻ ശേഖരിച്ചു. വഅദ്ദദഹു, അവൻ അതിനെ എണ്ണുകയും ചെയ്തു. സമ്പത്ത് ശേഖരിക്കുകയും അതിനെ എണ്ണുകയും ചെയ്തവനായ ഹുമസത്തും ലുമസത്തുമായ എല്ലാവർക്കും നാശം. അപ്പൊ ഈ ആയത്തിന് ആ പ്രയോഗത്തിൽ തന്നെ മനസ്സിലാക്കാം, ഇതൊരു അഖ്നസിനെ കുറിച്ച് മാത്രമല്ല, അൽ അസ്വദിനെ മാത്രമല്ല, ജമീലിനെ കുറിച്ച് മാത്രമല്ല. ജമീൽ ഏതായാലും ഇല്ല, കാരണം അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് അൽ ആസിനെ കുറിച്ച്, ഇവരെ കുറിച്ച് മാത്രമല്ല, പിന്നെ ഈ സ്വഭാവമുള്ള ആളുകളെല്ലാം എന്നുള്ളൊരു ഇത് അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കുറേ ആളുകൾ ആ പണി അന്ന് നിർവഹിച്ചിട്ടുണ്ട്. ഈ പണി ലുമസത്ത് ഇവരുടെ പണി ഉണ്ടല്ലോ, അത് കുറേ ആളുകൾ നിർവഹിച്ചിട്ടുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ലികുല്ലി ഹുമസത്തിൽ ലുമസ എന്ന പ്രയോഗത്തിന് മനസ്സിലാക്കാം. സമ്പത്ത് ശേഖരിച്ചു എന്നാണ്. എന്താ ഈ മാൽ എന്ന് പറഞ്ഞാൽ? സമ്പത്താണ് അല്ലേ?
അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സമ്പത്ത് എന്ന് പറഞ്ഞെങ്കിൽ വെറും കറൻസിയാ? ദിർഹമുകൾ ദീനാറുകളാ? സന്താനങ്ങൾ സമ്പത്ത്? ഇതിന് സമ്പത്ത് അറിയാം? അങ്ങനെ സമ്പത്ത് സന്താനം വേറെ പറയല്ലേ? അമ്മാല്, സ്വത്ത്. അതായത് ഇപ്പം മാല് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, മാല എന്ന ക്രിയയിൽ നിന്നാണ് അല്ലേ? മാല എന്ന് പറഞ്ഞാൽ ചാഞ്ഞു എന്നർത്ഥം. മനുഷ്യപ്രകൃതി എപ്പോഴും സമ്പത്തിലേക്ക് ചായും. സമ്പത്ത് എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിയരെ പരീക്ഷിച്ചു. ഇസ്രായേലിയരിലെ ഒരു പാണ്ഡ്യരോഗിയെയും ഒരു കഷണ്ടിക്കാരനെയും ഒരു ബ്ലൈൻഡിനെയും പരീക്ഷിച്ചു. അങ്ങനെ കഷണ്ടിയാണ് ചിലർ ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറയാതിരിക്കാൻ പറ്റും, ഹദീസിൽ വന്നാൽ. അപ്പോൾ സഫറുള്ള പാണ്ഡ്യരോഗിനോട് ചോദിച്ചു, അയ്യുൽ മാലി അഹബ്ബു ഇലൈക്ക്, അയ്യുൽ മാലി പരീക്ഷിച്ചിട്ട് അള്ളാഹു മലക്കിനെ നിയോഗിച്ചിട്ടാണ് പരീക്ഷിക്കുന്നത്. അപ്പോൾ മലക്കിലൂടെ അള്ളാഹു ചോദിക്കുകയാണ്, അയ്യുൽ മാൽ അഹബ്ബു ഇലൈക്ക്, നിനക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട സ്വത്ത് ഏതാണ്? അയ്യുൽ മാൽ, ഏത് സ്വത്താണ് നിനക്ക് ഏറ്റവും ഇഷ്ടമെന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞ എന്താ? അൽ ഇബിൽ, ഒട്ടകം എന്നാണ്. അപ്പോൾ ഒട്ടകത്തിന് എന്തെന്ന് പറയും? മാൽ എന്നറിയും. മനസ്സിലായി? അതേപോലെ കഷണ്ടിക്കാരനോട് ചോദിച്ചു, അയ്യുൽ മാൽ അഹബ്ബു ഇലൈക്ക്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാല് ഏതാണ്? അപ്പോൾ അയാൾ പറഞ്ഞ അൽ ബഖർ. ബഖർ എന്ന് പറഞ്ഞാൽ പശു എനിക്ക് ഇഷ്ടപ്പെട്ട സമ്പത്താണ് എന്ന് പറഞ്ഞു. പിന്നെ ബ്ലൈൻഡിൻ്റെ അടുക്കൽ പോയി, അന്ധൻ്റെ അടുക്കൽ. അപ്പോൾ അയ്യുൽ മാൽ അഹബ്ബു ഇലൈക്ക്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാല് ഏതാണെന്നാണ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ഖനം, എന്താ? ആട്. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യും? പിന്നെ മാൽ എന്ന് പറയും. വെറും ദിർഹമുകൾക്കല്ല. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം പണ്ടേ അവർ മാൽ എന്ന് പറയുന്നത് ദിർഹമുകൾക്കാണ്, ദീനാറുകൾക്കാണ്. അതേസമയം ഇപ്പോൾ അബൂ തൽഹൻ്റെ ഹദീസിൽ കാണാം, അബൂ തൽഹൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറയുന്നത്, റസൂലെ, പിന്നെ നിങ്ങൾക്കറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാല് ബൈറുഹ ആണ് എന്ന് നിങ്ങൾക്കറിയാം. അതായത് ഇത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഒരു തോട്ടം ഉണ്ടായിരുന്നു മദീനയിൽ. നല്ല ഭംഗിയുള്ള നല്ല ഗംഭീരമായ ഉഷാറായ തോട്ടം. അപ്പോൾ ആ തോട്ടം, അതിനെക്കുറിച്ച് അബൂ തൽഹ പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാല് ബൈറുഹ തോട്ടാണ്. അദ്ദേഹം സദഖ ചെയ്യാണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ. അപ്പോൾ അവിടെ പറഞ്ഞ എന്താണ്? ഇഷ്ടപ്പെട്ട മാല് എന്താണ്? ആ തോട്ടാണെന്ന്. അപ്പോൾ തോട്ടത്തിന് എന്തെന്ന് പറയും? പിന്നെ മാല എന്ന് പറയും. അപ്പോൾ ജമാ മാല എന്നുണ്ടെങ്കിൽ ദീനാറുകൾ മാത്രമല്ല, ദിർഹമുകൾ മാത്രമല്ല, കറൻസി മാത്രമല്ല, പിന്നെയോ ജമാ മാല എന്നുണ്ടെങ്കിൽ മാലായിട്ട് എന്തൊക്കെ ഉണ്ടോ? ആട്, മാട്, ഒട്ടകങ്ങൾ, അതേപോലെ തോട്ടങ്ങൾ, ഇതൊക്കെയാണ്. അല്ലദീ ജമാ മാലൻ, മാൽ ശേഖരിക്കുകയും വഅദ്ദദഹു, അതിനെന്ത് ചെയ്യുക? എണ്ണ. ഈ അദ്ദദ, എണ്ണുക എന്നുള്ളതിന് അദ്ദ പ്രയോഗിക്കും. അദ്ദ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എണ്ണി എന്നാണ്. ഫഅദ്ദഹും അദ്ദ, അവരെ എണ്ണി തിട്ടപ്പെടുത്തി എന്നുള്ള അർത്ഥത്തിന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദഹു എന്നല്ല പ്രയോഗിച്ചത്, പിന്നെയോ അദ്ദദ എന്നാണ് പ്രയോഗിച്ചത്. അപ്പോൾ ഇവൻ്റെ എണ്ണലിലൊരു പ്രശ്നമുണ്ട്. ഇവരുണ്ടല്ലോ, എണ്ണിനൊരു വിഷയമുണ്ട്. ഒരിക്കൽ എണ്ണീറ്റ് മൂപ്പര് ദുലാബിൽ വെക്കല്ല ചെയ്യണത്, പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദദ പ്രയോഗിച്ചത്, ആ തിക്രാറിനെ അറിയിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലല്ലേ? ഒരു തത്വമുണ്ട് അറബി ഭാഷയിലും, കെസ്റത്തുൽ മബാനി തദുല്ലു അലാ കെസ്റത്തുൽ മആനി. കെസ്റത്തുൽ മബാനി, ലഫ്ലുകളുടെ ഈ ഘടനയിലുള്ള എണ്ണ ഉണ്ടല്ലോ, എണ്ണപ്പെരുപ്പം, അത് ആശയത്തിലുള്ള വൈപുല്യത്തെ അറിയിക്കും. അപ്പോൾ അദ്ദദ എന്ന് പറഞ്ഞെങ്കിൽ കേവലം എണ്ണലല്ല, പിന്നെയോ ഒരിക്കൽ എണ്ണി വെച്ചതാണ് മൂപ്പര് 1,00,000. പക്ഷേ പിന്നെയും ഇങ്ങനത്തെ കുറഞ്ഞിക്കണ, കാറ്റിൽ പാറിയിക്കണ, ആരെങ്കിലും എടുത്തിക്കണ, അത് മൂപ്പർക്ക് ബേജാർ, അത് എണ്ണിക്കൊണ്ടിരിക്കുക. അതാണ് അദ്ദദ. അവരുടെ ആ ആർത്തിയാണ് അറിയിക്കുന്നത്, ലുബ്ധതയെയുമാണ് അത് അറിയിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിവിടെ പിന്നെ ഈ ആശയത്തിൽ ഇവിടെ കൊണ്ടുവരികയാണ്, ഈ വചനങ്ങളിൽ അത് ആശയത്തെ കൊണ്ടുവരികയാണ്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും അത് എണ്ണിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവൻ. ഇവരങ്ങനെയായിരുന്നു. എന്നിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മുസ്ലിമീങ്ങളെയും അവർ മാനസികമായി ശാരീരികമായി ഉപദ്രവിക്കുകയും നാക്കുകൊണ്ടും അതേപോലെ തന്നെ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും അതേപോലെ തന്നെ കൈപ്രവൃത്തികൾ കൊണ്ടും അവർ ദ്രോഹിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ യഹ്സബു അന്ന മാലഹു അഖ്ലദ. സമ്പത്ത് ശേഖരിച്ച് അതിനെ അവൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യഹ്സബു, അവന് വിചാരിക്കുന്നു, ഹസിബ യഹ്സബു, അവൻ വിചാരിക്കുന്നു, അന്ന മാലഹു, തീർച്ചയായും അവൻ്റെ മാൽ, സമ്പത്ത്, അവൻ്റെ സമ്പത്ത്,
അന്ന മാലഹു അഖ്ലദഹു. എന്താ അഖ്ലദഹു? അഖ്ലദ എന്ന് പറഞ്ഞാൽ പിന്നെ ജഅലഹു ഖാലിദൻ. ജഅലഹു ഖാലിദൻ. എന്താ ജഅലഹു ഖാലിദൻ എന്ന് പറഞ്ഞാൽ അവനെ നിത്യവാസിയാക്കി. നിത്യവാസിയാക്കി. അഖ്ലദഹു എന്ന് പറഞ്ഞാൽ ജഅലഹു ഖാലിദൻ, അവനെ നിത്യവാസിയാക്കി. തന്റെ സമ്പത്ത് തന്നെ നിത്യനിവാസിയാക്കിയിരിക്കുന്നു എന്ന് യഹ്സബു, അവൻ വിചാരിക്കുന്നു. എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം? എന്താ പറഞ്ഞതിന്റെ മാന? എന്താ ഉദ്ദേശം? അതിന്റെ ഉദ്ദേശം എന്താ? ഇവൻ ഈ സമ്പത്ത് ശേഖരിച്ചത് എണ്ണുന്നത് കാണുമ്പോൾ അവന്റെ ആ ലിസാനുൽ ഹാൽ ഉണ്ടല്ലോ, അവസ്ഥ അറിയിക്കണത് എന്താണ്? അവന് ഇനി മരണമല്ല. ഈ സമ്പത്തുള്ളത് കാരണത്താൽ അവനിവിടെ നിത്യനിവാസമാണുള്ളത്. അതാണ് അത് അറിയിക്കുന്നത്. അവൻ വിചാരിക്കുന്നു അന്നമാലഹു, അവന്റെ സമ്പത്ത് അഖ്ലദഹു, അവനെ നിത്യനിവാസിയാക്കിയിരിക്കുന്നു. ഞാൻ മരണമല്ല, നാശമല്ല, ദുനിയാവ് നോക്കോണ പ്രശ്നമല്ല, ഈ സമ്പത്തുള്ളത് കാരണത്താൽ ഇവിടെ കാലാകാലം കഴിച്ചു കൂട്ടാം എന്നതാണ് അവന്റെ വിചാരം. അതാണ് അവന്റെ വിചാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു കല്ല ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മുഖദ. കല്ല, കല്ല കല്ല എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന്, ഇത് സജറിന്റെയും റദഇന്റെയും പ്രയോഗം ഞാൻ പറയാം. സജർ, റദഇ. അല്ലെങ്കിൽ കല്ല എന്ന് പറഞ്ഞാൽ ഹഖൻ. അതായത് സജറിന്റെയും റദഇന്റെയും അദാത്ത് ആണ് ഈ കല്ല എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ധാരണ ഉണ്ടല്ലോ, ആ ധാരണയെ തകർത്ത് വസ്തുത പിന്നീട് അവതരിപ്പിക്കുന്നതിനാണ്, പിന്നെ അവതരിപ്പിക്കാനാണ് ഈ കല്ല പ്രയോഗിക്കുക. അതിനാണ് ഇവിടെ സജറിന്റെയും റദഇന്റെയും പ്രയോഗം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറയണം, ഇപ്പൊ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അത് എണ്ണിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അവനെ കുറിച്ച് അള്ളാഹു പറയണം, അവന് വിചാരിക്കുന്നത് അവന്റെ സമ്പത്ത് അവന് നിത്യവാസം ഇവിടെ നൽകിയിട്ടുണ്ട് എന്നാണ്. ഇല്ല, അങ്ങനെ നിത്യവാസം അവനില്ല. പിന്നെയോ അവനുള്ളത് മരണവും, മരണം പിറ്റേന്ന് എന്താണ്? പ്രഥമയുമാണ്. മരണവും മരണപ്പിറ്റേന്ന് അവന് പ്രഥമയുമാണുള്ളത് എന്നാണ് അള്ളാഹു ബന്ധപ്പെട്ടത്. അപ്പൊ അവന്റെ ധാരണയെ മുറിച്ച് തകർത്ത് വസ്തുത അള്ളാഹു പിന്നീട് പറയണം. അത് അറിയിക്കാനാണ് ഈ കല്ല പ്രയോഗിക്കുക. അതിനാണ് എന്താ പറയാ, സജറിന്റെയും റദഇന്റെയും അതാണ് ഈ കല്ല എന്നുള്ളത്. എന്നെ ആക്ഷേപിക്കാനും അവന്റെ ആ മൂഢധാരണ തിരുത്തിയിട്ട് വസ്തുത അവന് പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇത് പ്രയോഗിക്കുക, കല്ല. ചിലര് പറഞ്ഞത് കല്ല എന്ന് പറഞ്ഞാൽ ഹക്കൻ എന്ന അർത്ഥത്തിലാണ്. ഹക്കൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായും, അല്ലെങ്കിൽ വസ്തുതാപരമായി തീർച്ചയായും അവര് വിചാരിക്കുന്നു ഇങ്ങനെ. കല്ല ഹക്കൻ, ഉറപ്പായിട്ടും ലയുംബദന്ന ഫിൽ ഹുതമ, അവൻ ഹുതമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും എന്നാണ്. ഒന്നുകൂടി വരാം. ലയുംബദന്ന ഫിൽ ഹുതമ. എന്താ ലയുംബദന്ന? ല എന്നുള്ളത് ലാമു തൗതിയ ലിൽ ഖസം എന്നാണ്. അതിന് തൊട്ട് മുമ്പ് ഒരു ഖസമുണ്ട്, സത്യം, വല്ലാഹി എന്നുള്ളൊരു ഖസമുണ്ട്. വല്ലാഹി ലയുംബദന്ന ഫിൽ ഹുതമ എന്നാണ്. ആ വല്ലാഹി ഇവിടെ പ്രയോഗിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ എന്ത്, ഈ ലാമ അറിയിക്കുന്നുണ്ട്. ഇവിടെ വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലയുംബദന്ന, അവൻ എറിയപ്പെടുക തന്നെ ചെയ്യും. യുംബദന്ന എന്ന് പറഞ്ഞാൽ ലയുത്രഹൻ, ലബദ എന്ന് പറഞ്ഞാല് തൊറഹ എന്നർത്ഥം. ലബദ എന്ന് പറഞ്ഞാൽ തൊറഹ, തൊറഹ. എന്താ തൊറഹ? തൊറഹ എന്ന് പറഞ്ഞാല് എറിയുക.
കവിതയിൽ കാണാം ഖുറത്തുൻ തുരിഹത് ബിസവാലദത്തിൻ ഫതലഖഫഹാ റജുലുൻ റജുൽ ബജൽകുല ഖുറത്തുൻ തുരിഹത് അങ്ങനെ പറയാം കല്ല ലയുംബദൻ അവൻ ലയുദ്റഹൻ എറിയപ്പെടുക തന്നെ ചെയ്യും ദൂരത്തൊക്കിയതിന്റെ ലയുംബദൻ അവൻ എറിയപ്പെടുക തന്നെ ചെയ്യും ഫിൽ ഹുതമ ഹുതമയിൽ എറിയപ്പെടുന്നു ഹുതമ ഹുതമയിൽ എറിയപ്പെടും എന്താ ഈ ഹുതമ ഹുതമ എന്താ അവമ അദ്റാക മൽ ഹുതമ നാറുല്ലാഹ് ഹുതമ എന്താ അത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്താണത് നാറുല്ലാഹ് അല്ലാഹുവിന്റെ തീയാകുന്നു നാറാകുന്നു ഹുതമ അപ്പൊ ഹുതമയിൽ അവൻ എറിയപ്പെടുക തന്നെ ചെയ്യും വമാ അദ്റാക മൽ ഹുതമ വമാ അദ്റാക എന്താ മാ അദ്റാക നിന്നെ നിന്നെ അറിയിക്കുന്നത് എന്താണ് മാ അദ്റാക നിന്നെ അറിയിക്കുന്നത് എന്നാണ് മാ അദ്റാക നിന്നെ അറിയിക്കുന്നത് എന്താണ് മൽ ഹുതമ ഹുതമ എന്ത് എന്നുള്ളത് ഹുതമ എന്ത് എന്നത് നിന്നെ അറിയിക്കുന്നത് എന്താണ് അത് ഒരു പ്രയോഗമാണ് ഭാഷയിൽ വമാ അദ്റാക എന്തിനാണ് വിഷയത്തിന്റെ ഗൗരവം ചോദിപ്പിക്കാൻ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഇത് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി ഹുതമ എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് എന്നുള്ളത് അറിയിക്കാൻ ഒരു പ്രയോഗമാണ് അത് വെറും ഹുതമയുടെ വിഷയത്തിൽ മാത്രമല്ല പിന്നെയോ ഗൗരവപ്പെട്ട വിഷയങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈലി പ്രയോഗിച്ചത് കാണാം ഉദാഹരണത്തിന് എങ്ങനെ അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ പിന്നെ വേറെ അൽ ഹാഖതു മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ ഇത് വളരെ അറിയണ്ടോ ഗൗരവപ്പെട്ട വിഷയമാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് അത്തരം ശൈലികൾ പ്രയോഗിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടല്ല, പിന്നെയോ അത് ഗൗരവപ്പെട്ട വിഷയമാണ് എന്നുള്ളത് അറിയിക്കാനാണ് ഈ ചോദ്യം. എന്ത് എന്നത് നിന്നെ അറിയിക്കുന്നത് എന്ത് എന്നുള്ളത്, അത് ഈ ഹുതമ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് എന്നുള്ളത് അറിയിക്കാനുള്ള ഒരു ചോദ്യമാണ്. എന്നിട്ട് അല്ലാഹു പറയാൻ എന്താണ് ഹുതമ? അള്ളാഹുവിന്റെ തീയാകും നാറാകും. എങ്ങനെയുള്ള തീ? അൽ മൂഖദ എന്ന് പറഞ്ഞാൽ അൽ മുശ്അല, കത്തിക്കപ്പെട്ട, ജ്വലിപ്പിക്കപ്പെട്ട. കത്തിക്കപ്പെട്ട മൂഖദതായ കത്തിക്കപ്പെട്ട ജ്വലിപ്പിക്കപ്പെട്ട മുശ്അലതായ അള്ളാഹുവിന്റെ നാറാകുന്നു അൽ ഹുതമ. എന്തിനാണ് അള്ളാഹിന്റെ തീയറിന് നാറുല്ലാഹ് എന്ന് പറഞ്ഞ എന്തിനാണ് നാറിനെ അള്ളാഹുവിലേക്ക് നാം ചേർത്തത്? ദുനിയാവിലാണ് തീയല്ല. ദുനിയാവിലെ തീ എന്ന് പറഞ്ഞെങ്കിൽ അത് കെടാൻ സാധ്യത ഉണ്ട്, അതിന്റെ ആളിച്ച കുറയാൻ സാധ്യത ഉണ്ട് അല്ലേ? അതിന്റെ ചൂടിനൊരു പരിധി സങ്കല്പിക്കാനുണ്ട്. ഇത് നാറുകളാണ്, അള്ളാഹിന്റെ തീയാണ്, അത് കെട്ടാൻ പറ്റൂല. അതിന്റെ ആവിയും തീനാളങ്ങളും കുറഞ്ഞു പോണ പ്രശ്നമല്ല. പിന്നെ കെട്ടടക്കുമ്പോഴെല്ലാം ജ്വാലകളെ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ കൂടുതൽ ജ്വാലകളാണ്, മനസ്സിലായി? പിന്നെ അതിന്റെ പ്രത്യേകത, ദുനിയാവിലെ തീ നട്ടിട്ടുണ്ടെങ്കിൽ അത് കത്ത മേനിക്ക് പുറത്താണ്. ഇത് കത്തൽ എവിടെയാണ്? ഇത് കത്തല് കൽബിന്റെ ഉള്ളിലാണ്. അപ്പൊ അള്ളാഹുവിന്റെ നാർ എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ദുനിയാവിൽ ആളുകൾ കണ്ട് ശീലിച്ച, അല്ലെങ്കിൽ അനുഭവിച്ച് ശീലിച്ച, അല്ലെങ്കിൽ അറിഞ്ഞു ശീലിച്ച തീയല്ല ഇത്. അള്ളാഹുവിന്റെ കത്തിക്കപ്പെട്ട തീ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ കുറെ സ്വഭാവങ്ങളും പ്രത്യേകതകളുണ്ട്. അതിന്റെ ചില സ്വഭാവങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. നാറുല്ലാഹ് ഒന്നെന്താണ്? അൽ മുഖദ, അത് കത്തിക്കപ്പെട്ടതാണ്.
കത്തിക്കപ്പെടുന്നത്. പിന്നെ ഒന്നെന്താണ് അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ. അഫ്ഇദ എന്ന് പറഞ്ഞാൽ എന്താ? അഫ്ഇദ എന്ന് പറഞ്ഞാൽ ഫുആദിന്റെ ബഹുവചനാണ്. ഫുആദ് എന്ന ഹൃദയം, ചേതന, ഹൃദയം, അതിന്റെ ബഹുവചനാണ് അഫ്ഇദ. ഹൃദയങ്ങളിൽ തത്തലിഉ എന്നാണ് ഇത്തലഅ അല എന്ന് പറഞ്ഞാല്, ഇത്തലഅ അല എന്ന് പറഞ്ഞാൽ ബലഗ എന്നാണ് അർത്ഥം. ബലഗ എത്തി. അതേപോലെ തന്നെ ബലഗ മുൻതഹ അങ്ങേയറ്റത്തെത്തണീന് ഇത്തലഅ അല പ്രയോഗിക്കും. അതേപോലെ തന്നെ ഒരു സംഗതിയിലേക്ക് കടന്നു ചെന്ന് അതിലെ നിഗൂഢതകൾ വെളിപ്പെടുത്തും വിധം എത്തിച്ചേരുന്നതിന് ഇത്തലഅ അല എന്ന് പറയും. അപ്പോ ഇവിടെ അല്ലതി എങ്ങനെയുള്ള അള്ളാഹുവിന്റെ തീയാണ്? തത്തലിഉ അലൽ അഫ്ഇദ, അത് ഹൃദയങ്ങളിൽ ചെന്നെത്തും. ഹൃദയങ്ങളിൽ ചെന്നെത്തും. ഹൃദയങ്ങളിൽ ചെന്നെത്തും പറഞ്ഞാൽ എങ്ങനെ ചെന്നെത്തും? ഹൃദയങ്ങളുടെ അങ്ങേ അറ്റം വരെ ചെന്നെത്തും. മാത്രമല്ല ഹൃദയങ്ങളിൽ നിഗൂഢവും ഗോപ്യവുമായത് ഉണ്ടല്ലോ, അതിനെ വരെ വെളിപ്പെടുത്തും വിധം ഹൃദയങ്ങളിലേക്ക് എത്തുന്ന തീയാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ തൊലികൾ, എല്ലുകൾ, മാംസങ്ങൾ ഇതൊക്കെ ഭേദിച്ച് ഹൃദയങ്ങളിൽ അങ്ങേ അറ്റത്ത് എത്തിക്കത്തുന്നതാണ് എന്ത്? ഈ തീ. അവിടെ അല്ലത്തി എങ്ങനെയുള്ള തീയാണ്? തത്തലിഉ അലൽ അഫ്ഇദ, ഹൃദയങ്ങളിൽ ചെന്നെത്തി, ഹൃദയങ്ങളിൽ എവിടൊക്കെ എത്തേണ്ടതുണ്ട് അവിടങ്ങളിലൊക്കെ എത്തിക്കത്തുന്നതാണ് ആ തീ. ഇന്നഹ തീർച്ചയായും അത് എന്നാണ് നാറുള്ള ഈ അല്ലാഹുവിന്റെ തീ അലൈഹിം, അലൈഹി നരകാർഹരായ ആളുകളുടെ മേൽ മുഖ്സദത്തുൻ, മുഖ്സദ എന്ന് പറഞ്ഞാൽ മുഗ്ലഖ. എന്താ മുഗ്ലഖത്ത്? അടക്കപ്പെട്ടത്. മുഗ്ലഖ മുഖ്സദത്ത് എന്ന് പറഞ്ഞാൽ മൂടി അടക്കപ്പെട്ടത്, കവാടങ്ങൾ പൊട്ടി അടക്കപ്പെട്ടത്. മുഖ്സദത്ത് എന്നാൽ മുഗ്ലഖത്ത്, അബ്വാബുഹ കവാടങ്ങൾ പൊട്ടി അടക്കപ്പെട്ടത്. നരകത്തിന് വാതിലുകളുണ്ട് അല്ലേ? എത്ര വാതിലുകൾ? 8 7. ലഹാ സബ്അതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസുൻ മഖ്സൂം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റിൽ പറയുന്നു, ലഹാ നരകത്തിനുണ്ട് സബ്അതു അബ്വാബ് 7 കവാടങ്ങൾ, 7 കവാടങ്ങൾ. ലികുല്ലി ബാബിൻ മിൻഹും ജുസുൻ മഖ്സൂം, ഓരോ വാതിലിലൂടെയും നരകത്തിലേക്ക് പ്രവേശിക്കുവാൻ നിർണിത വിഹിതം ആളുകളുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദുബില്ല. ഇപ്പൊ നരകത്തിന് 7 കവാടങ്ങളുണ്ട്. ആ കവാടങ്ങൾ ഒക്കെ നരകാർഹർ അതിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഗലകത്ത് അടക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ തീനാളങ്ങളാണ്, നരകത്തിന് ആവിയാണ്, നരകത്തിന് കരിമ്പുകയാണ് അല്ലേ? ഇതൊന്നും പുറത്തേക്ക് വമിക്കാത്ത വിധം ഒക്കെ അതിന്റെ ഉള്ളിൽ തന്നെ അതിന്റെ കവാടങ്ങൾ എന്താണ്? അടക്കപ്പെട്ടതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദുബില്ല. ഇന്നഹ അലൈഹിം മുഅസ്സദ ഫീ അമദി മുമദ്ദദ. അമദ്, അമൂദ്, ഇബാദ് അതിന്റെ ബഹുവചനങ്ങളിൽപ്പെട്ടതാണ് അമദ്, തൂണുകൾ. തൂണുകൾ ഇബാദ്, അമൂദ്, അമദ്, തൂണുകൾ. ഫീ അമദിൻ തൂണുകളിൽ. മുമദ്ദദ 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 എന്ന് പറഞ്ഞാല് നീട്ടി സ്ഥാപിക്കപ്പെട്ട, നീട്ടിയിടപ്പെട്ട, നീളത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ് മുമദ്ദദ. നീളത്തിൽ സ്ഥാപിക്കപ്പെട്ട തൂണുകളിൽ. ഇവിടെ ഫി എന്നുള്ളതിന് ബി എന്നർത്ഥം. ബി അമദി മുമദ്ദദ, നീളത്തിൽ സ്ഥാപിക്കപ്പെട്ട തൂണുകൾ കൊണ്ട്. ഇന്നഹ അലൈഹിം മുഖ്സദ, നരകവാസികളുടെ മേൽ നരക കവാടങ്ങൾ അടക്കപ്പെട്ടിരിക്കുന്നു. അതിൽ എങ്ങനെയാണ് ഈ തൂണുകൾ കൊണ്ട് കവാടങ്ങൾ അടക്കപ്പെട്ടതെന്നാണ്. ഇപ്പൊ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഇരുമ്പിന്റെ തൂണുകൾ, നീളമുള്ള ഇരുമ്പിന്റെ തൂണുകൾ, അതുകൊണ്ട് ഈ കവാടങ്ങൾ ഒരിക്കലും തുറക്കപ്പെടാൻ കഴിയാത്ത വിധം കൂട്ടുകൾ എന്ന പോലെ വിലങ്ങിടൂല, മരങ്ങൾ ഇത് വിലങ്ങിടൂല.
ഇപ്പൊ ഈ കളമാരൊക്കെ അടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലർ വാതിൽ ഇങ്ങനെ വിലങ്ങിടും. അതാണ് നീളമുള്ള ഇരുമ്പിന്റെ തൂണുകൾ കൊണ്ട് വിലങ്ങിട്ട രീതിയിൽ അവരുടെ പെൺകുട്ടി അടക്കപ്പെട്ടതാണ് നരകത്തി എന്നാണ് പറയുന്നത്. ചിലർ പറഞ്ഞത് നീളമുള്ള തൂണുകളിലാണ് കവാടങ്ങൾ പൊട്ടി അടക്കപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കും ഇത് കയറി തുറക്കാനോ ഉന്തി തുറക്കാനോ കഴിയാത്ത വിധം നീളമുള്ള തൂണുകളിലായിട്ടാണ് കവാടങ്ങൾ അടക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നീളമുള്ള നിലയിൽ സ്ഥാപിക്കപ്പെട്ട തൂണുകൾ കൊണ്ട് നരകാഗ്നിയിൽ പ്രവേശിച്ചവരുടെ മേൽ നരക കവാടങ്ങൾ പൊട്ടിയടക്കപ്പെട്ട നിലയിലാണ് ഉള്ളത് എന്നാണ്. അത് ഇപ്പൊ വിലങ്ങുകൾ വാതിലടച്ചിട്ട് ഈ അമദ് മുമദ്ദദ ഉണ്ടല്ല, ഈ നീളമുള്ള തൂണുകൾ അതുകൊണ്ട് കൂട്ടുന്ന പോലെ അടക്കപ്പെട്ടതാണെങ്കിലും ശരി, അതിലെ നീളമുള്ള തൂണുകളിൽ കവാടങ്ങൾ അടക്കപ്പെട്ടതാണെങ്കിലും ശരി, ഒക്കെ എന്താണ് നരകത്തിൽ പ്രവേശിക്കപ്പെട്ടവർക്ക് അതിന് ഒരിക്കലും തടി സലാമത്താക്കാൻ കഴിയില്ല, പുറത്തിറങ്ങാനും കഴിയില്ല, രക്ഷപ്പെടാനും കഴിയില്ല. അവിധം നരകം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പിന്നെ കത്തിക്കപ്പെട്ട നരകാഗ്നിയാണ്. അതിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ നിന്ന് എന്തെയ്യില്ല, ആവി പുറത്തു പോവില്ല, ചൂട് പുറത്തു പോവില്ല. നരകത്തിന്റെ തീനാളങ്ങളും അതേപോലെ അതിലെ കരിമ്പുകയും പുറത്തു പോവില്ല. അപ്പൊ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അള്ളാഹു കാക്കട്ടെ. തീർത്തും അസഹ്യമായി. ഹുതമ എന്നാണ് ഇവിടെ പ്രയോഗിച്ചത്. ഹുതമ എന്നുള്ളത് തകർത്ത് തരിപ്പണാക്കണീനാണ് ഹതമ എന്ന് പ്രയോഗിക്കുന്നത്. ഹതമ തകർത്ത് തരിപ്പണമാക്കുന്നത്, പൊടിച്ചു കളയുന്നതെന്നൊക്കെ അർത്ഥത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് ഹുതമ എന്ന പേര്. അപ്പൊ നരകത്തിന്റെ സ്വഭാവം എന്താ? നരകത്തിൽ പ്രവേശിക്കുന്നവരെ തകർക്കും എന്നുള്ളതാണ്. നരകത്തിന് നാർ, ജഹന്നം, ഹുതമ, സഖർ, സഈർ തുടങ്ങിയ പേരുകളുണ്ട്. ജഹീം തുടങ്ങിയ പേരുകളുണ്ട്. അതിലൊരു പേരാണ് ഈ ഹുതമ എന്നത്. നരകത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ നാമം തന്നെ അറിയിക്കുന്നത്. ഹുതമ എന്നുള്ള നാമം തന്നെ അറിയിക്കുന്നത്. അത് ഗൗരവപ്പെട്ട വിഷയമാണ് എന്നുള്ളതാണ് ഈ മാ അദ്റാക് എന്നുള്ള പ്രയോഗം അറിയിക്കുന്നത്. അള്ളാഹുവിലേക്കാണ് നാറിനെ ചേർത്തത്. അള്ളാഹുവിന്റെ തീയാണ്. അപ്പൊ ദുനിയാവിൽ നമ്മൾ കാണുന്ന തീന്റെ ഒന്നും സ്വഭാവമല്ല ആ തീയിനുള്ളത്. അത് കെടുത്താനോ അതിന്റെ ആ സ്വഭാവത്തെ പോക്കാനോ ആർക്കും കഴിയാത്ത വിധമാണുള്ളത് എന്നൊക്കെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച് ഉണർത്തിയിട്ടുണ്ട്. ഇവിടെ ഈ കല്ല എന്നുള്ള പ്രയോഗം നമ്മളതിനെ കുറിച്ച് പറഞ്ഞ അത് സജറിന്റെയും റദവിന്റെയും അദാത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ യഹ്സബു അന്ന മാലഹു അഖ്ലദ, സ്വത്ത് ഒരുമിച്ച് കൂട്ടി അത് എണ്ണിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവൻ വിചാരിക്കുന്നത് അവന്റെ സ്വത്ത് ഇവിടെ അവനെ നിത്യനിവാസിയാക്കി നിലനിർത്തും എന്നുള്ളതാണ്. എനിക്ക് അവന്റെ ആ എണ്ണലും അവന്റെ ശേഖരിക്കലും കണ്ടിട്ട് വിചാരിക്കുന്നത് അവർക്ക് മരണമല്ലാതെ ഞാൻ ഒരിക്കലും മരിക്കാൻ പാടില്ല, എന്റെ സ്വത്ത് ഇങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് അവന്റെ വിചാരം. അപ്പൊ കല്ല എന്താ കല്ല അങ്ങനെ വിചാരിക്കണ്ട, നീ അങ്ങനെ ധരിക്കണ്ട. പിന്നെന്താണ് പറയേണ്ടത്? കല്ല നീ അങ്ങനെ വിചാരിക്കണ്ട. പിന്നെന്തുണ്ട്? നിനക്ക് നിത്യവാസമല്ല, പിന്നെ നിനക്ക് മരണുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മരണുണ്ട് എന്നല്ല ഇവിടെ പറഞ്ഞു. പിന്നെന്താ നിനക്ക് ഉണ്ട് എന്ന് പറഞ്ഞു? നീ മരിച്ചാൽ നീ നാശത്തിലാണ്, നീ മരിച്ചാൽ നീ നരകത്തിലാണ്. നിനക്ക് നിത്യവാസം ഇവിടെ ഇല്ല, നിനക്ക് മരണുണ്ട് എന്ന് പറയുന്നതിന് പകരം ആ മരണത്തിന് ശേഷം നിന്റെ ഭാവി എന്ത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതെന്താ? ലയുംബദന്ന ഫിൽ ഖുതമ. മരണമുണ്ട്, മരണത്തിന് എന്തുണ്ട്? നിനക്ക് നരകവും ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഈ കല്ല എന്നുള്ള പ്രയോഗം 33 തവണ വന്നിട്ട് 33 തവണ ഇത് വന്നത് വിശുദ്ധ ഖുർആനിലെ അതിന്റെ സെക്കൻഡ് ഹാഫിലാണ്, രണ്ടാം പകുതി. വിശുദ്ധ ഖുർആൻ എത്ര ജുസ്? 30 ജുസ്. അപ്പൊ പകുതി എത്ര? 15. അവസാനത്തെ 15 ജുസുകളിലാണ് ഈ കല്ല എന്നുള്ളത് 33 തവണ വന്നിട്ടുള്ളത്. ഒരു ചരിത്ര സംഭവമുണ്ട്. ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖഫിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ, ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ചരിത്രത്തിൽ കാണാം. ഹജ്ജാജ് ബിൻ യൂസുഫ് ഒരു യുവാവിനെ പിടികൂടി. അങ്ങനെ ആ യുവാവിനെ തലവെട്ടാൻ ഹജ്ജാജിന്റെ വിധി തലവെട്ടി
കുറച്ച് അതിന്റെ ചെറുത് വളരെ വിരളായിട്ടുണ്ടാവും. അപ്പൊ ഈ യുവാവിനെ തലവെട്ടാൻ വേണ്ടിയിട്ട് ഹജ്ജാജ് വരും. അതിനെ ഹജ്ജാജ് തന്റെ കുതിരമ്മ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. കുതിരപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് പോകുമ്പോ ഈ യുവാവിന്റെ അമ്മ വന്ന്, അതൊരു ഇതിനൊരു നല്ല ധർമ്മനിഷ്ഠുള്ള സ്ത്രീയായിരുന്നു. ആ യുവാവിന്റെ ഉമ്മ വന്നിട്ട് ഹജ്ജാജിനോട് പറഞ്ഞു, വല്ലദീ ഹദഫക്കല്ല മിനൻ നിസ്ഫിൽ അവൽ മിനൽ ഖുർആൻ ഇന്ന ഇബ്നി ബരി. അതായത് ആ സ്ത്രീ പറഞ്ഞെങ്ങനെ, ഖുർആനിന്റെ ആദ്യ പകുതിയിൽ കല്ല എന്നുള്ളത് പറയാത്ത ഇല്ലാതാക്കിയ അള്ളാഹുവാണ് സത്യം, എൻ്റെ മകൻ നിരപരാധിയാണെന്ന്. ആ സ്ത്രീന്റെ ഒരു ബുദ്ധിയാണ്. വിശുദ്ധ ഖുർആനിന് 2 പകുതിയാണ്, 15 ജുസും 15 ജുസും അല്ലേ. 15, 15 അതാണ് 30 ജുസ്. ആ സ്ത്രീ പറയാണ്, വിശുദ്ധ ഖുർആന്റെ ആദ്യ പകുതിയിൽ കല്ല എന്നുള്ളത് ഇല്ലാതാക്കിയ അള്ളാഹുവാണ് സത്യം, എൻ്റെ മകൻ നിരപരാധിയാണെന്നാണ് സ്ത്രീ പ്രയോഗിച്ചത്. ആരോട്? ഹജ്ജാജിനോട്. അതിൽ ഹജ്ജാജ് കുതിരപ്പുറത്ത് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ആ ചരിത്രത്തിൽ പറയാണ്, ആ സ്ത്രീ അത് പ്രയോഗിച്ചപ്പോൾ ഹജ്ജാജ് അവിടെ നിന്ന് എന്നിട്ട് ഖുർആൻ മുഴുവൻ മനപ്പാടം റീമൈൻഡ് ചെയ്തു, ഓർമ്മയിൽ കൊണ്ടാണ്. അങ്ങനെ ഹജ്ജാജിനെ ബോധ്യപ്പെട്ട് ഖുർആന്റെ ആദ്യത്തെ 15 എന്തില്ല കല്ല. പിന്നെയോ കല്ല തുടങ്ങുന്നത് 2ാം പകുതിയിലുണ്ടല്ലോ. 2ാമത്തെ 15 സൂറത്ത് മറിയമിലാണ്. സൂറത്ത് മറിയം മുതലാണ് കല്ല എന്നുള്ള പ്രയോഗം വരുന്നത്. ആ സ്ത്രീ അങ്ങനെ പറഞ്ഞ കാരണത്താൽ ആ മകനെ ഹജ്ജാജ് വെറുതെ. അപ്പൊ അതൊന്ന് ആ സ്ത്രീയുടെ അവരുടെ ആ പാണ്ഡിത്യം, അതായത് വിശുദ്ധ ഖുർആനിനെ ഏതൊക്കെ നിലയിൽ അവരെന്ത് ചെയ്തിരുന്നു, ഉൾക്കൊണ്ടിരുന്നു, ഗ്രഹിച്ചിരുന്നു എന്നുള്ളത് സ്ത്രീ സമൂഹം. മാത്രമല്ല ഹജ്ജാജ് ഇത്ര വലിയ പരാക്രമിയായിട്ടും ഹജ്ജാജ് ഖുർആൻ, അത് ഹജ്ജാജിന്റെ പ്രത്യേകത. ഇങ്ങനെയൊക്കെ പരാക്രമിയായിട്ടും ഖുർആൻ എന്ത് ചെയ്തിരുന്നത് വെള്ളം പോലെ പഠിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുള്ളത്, അയാളുടെ ചരിത്രത്തിൽ. ഏതായാലും നമ്മുടെ വിഷയം കല്ല എന്നുള്ള പ്രയോഗമാണ്. അത് കല്ല എന്നുള്ളത് ഒന്നുകിൽ ഈ രീതിയിൽ പ്രയോഗിക്കും, മനുഷ്യൻ അവൻ വിചാരിക്കുന്നു, ഇത്തരം മനുഷ്യന്മാർ വിചാരിക്കുന്നു അവന്റെ സ്വത്ത് അവന് ഇവിടെ മരണമില്ല, നാശമില്ല, നിത്യവാസമുള്ളത്, നിത്യവാസം നൽകിയിരിക്കുന്നു എന്ന് അവൻ വിചാരിക്കുന്നു. കല്ല, ഒരിക്കലും അങ്ങനെ വിചാരിക്കണ്ട. മനുഷ്യന് മരണമുണ്ട്, നാശമുണ്ട്. ഇത്തരം മനുഷ്യന്മാർ മരിച്ചു നശിച്ചാൽ അവൻ കൃതമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. വല്ലാഹി, അള്ളാഹുവാണ് സത്യം. ഇവിടെ ഈ വല്ലാഹി അതാണ് എന്റെ ആശയം. പിന്നെ ചിലർ പറഞ്ഞ കല്ല എന്നുള്ളത് സെജറിന്റെയും ഹൃദയന്റെയും അതാതായിട്ട് പ്രയോഗിക്കേണ്ടതില്ല. അപ്പൊ ഇത് കല്ല എന്നുള്ളത് ആ രീതിയിലെ പ്രയോഗിക്കുള്ളൂ. വ്യാകരണത്തിനൊരു മഹാ ചർച്ചയുണ്ട്. സീബവൈഹി, അതേപോലെ അഹ്ഫഷ്, അതേപോലെ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി തുടങ്ങിയ വ്യാകരണ പണ്ഡിതന്മാരൊക്കെ ഈ കല്ല എന്നുള്ളത് ആ ശൈലി, ഈ പറഞ്ഞ ഈ രീതിയിൽ മാത്രമേ പ്രയോഗിക്കൂ എന്നുള്ള നിലപാടുകാരാണ്. ബസറക്കാരൊക്കെ ആ വിഭാഗക്കാരാണ്. പക്ഷെ ചിലർ പറഞ്ഞത് കല്ല എന്നുള്ളത് ഹക്കൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. ഹക്കൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഹക്കൻ ഉറപ്പായിട്ടും കൃതമയിൽ അവൻ എറിയപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ളതായ അവന്റെ ധാരണയെ തകർത്തിട്ട് പിന്നെ പുതിയ യഥാർത്ഥം പറയുക എന്നുള്ളൊരു ആശയം അതിനില്ല എന്ന അർത്ഥത്തിലാണ്. അല്ല പുള്ളി രണ്ടായാലും ഈ ഹുമസത്തുമായിട്ട് സ്വത്ത് ശേഖരിച്ച് അത് എണ്ണി ഇങ്ങനെ വിചാരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്താണ് തികഞ്ഞ പരാജയവും വലിയ നാശവുമാണ് ഇവിടെ ഉള്ളത്, അവരുടെ ആഖിറത്തിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഈ ഹുമസത്ത് അത് ചില ആളുകളുടെ വിഷയത്തിലാണ് അത് ഇറങ്ങിയത് നമ്മൾ പറഞ്ഞു. പക്ഷെ ആ ആളുകൾക്ക് മാത്രം പ്രത്യേകതല്ല, പിന്നെയോ ആ സ്വഭാവമുള്ളവരുടെ ഒക്കെ വിഷയത്തിൽ മുന്നറിയിപ്പും താക്കീതുമാണ് ഇത്. വൈലുള്ളി പുല്ലി ഹുമസത്തിൽ ലുമസ. നമ്മൾ പറഞ്ഞു ഹുമസത്ത് എന്ന് പറഞ്ഞാൽ പരദൂഷണം പറയലാണ്. ലുമസത്ത് എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ച് സംസാരിക്കലാണ്. ചിലര് അതിനെ വേർപ്പെടുത്തി ആശയം പറഞ്ഞിട്ടുണ്ട്, ചിലർ രണ്ടിനും ഒരർത്ഥം പറഞ്ഞിട്ടുണ്ട്. രണ്ടാണെങ്കിലും എല്ലാ ആശയങ്ങളും എന്തുണ്ട് ആ വിഷയത്തിൽ ആ പദങ്ങളിൽ വരുന്നുണ്ട്. ജനങ്ങളെ ആക്ഷേപിക്കുക, അതേപോലെ ജനങ്ങളെ കുറിച്ച് ദുഷിപ്പ് പറയുക, ജനങ്ങളെ കുറിച്ച് പരദൂഷണം പറയുക, അതാണല്ലോ ആ പദങ്ങളെ അറിയിക്കുന്നത്. അതൊരിക്കലും വിശ്വാസികൾക്ക് ഗുണപ്രദമല്ല, വിശ്വാസികൾക്ക് സ്വഭാവമായിട്ട് ഉണ്ടാകാനും പാടുള്ളത്.
അത് വളരെ വളരെ സൂക്ഷിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു സ്ത്രീ, അബൂദാവൂദ് സുനനിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഒരു സ്ത്രീ ഒരു ചെറിയ കുട്ടിയിലേക്ക് വരികയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗകര്യത്തിലേക്ക് വരികയാണ്. അങ്ങനെ ആ സ്ത്രീ വരുമ്പോൾ തന്നെ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, ഇതിന്റെ വാപ്പാരാണ്, എന്നെ വാപ്പാരാണ്. അപ്പോ അതൊരു വിഷയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീ കുട്ടിയിലേക്ക് വന്നപ്പോൾ ആ സ്ത്രീയോട് ചോദിച്ചു, ഈ കുട്ടിന്റെ വാപ്പാരാണ്. അപ്പൊ സ്ത്രീ മൗനം ഭരിച്ചു. പക്ഷേ ജനാവലി അപ്പോതിന് കൂടി. അതിൽ നിന്നൊരു യുവാവ് മുന്നോട്ട് എന്ന് പറഞ്ഞ് ഞാനാണ് ആ കുട്ടിന്റെ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ജനത്തിന്റെ മയക്കം. കുട്ടിന്റെ വാപ്പ ഞാനാണെന്ന് പറഞ്ഞു ഒരു യുവാവ് വന്നത്. അപ്പോ നബ്സലാസിനോട് വീണ്ടും ചോദിച്ചു, നിങ്ങളാണ് ഈ കുട്ടിന്റെ വാപ്പ? പിന്നെ റസൂൽ ഹസൻ, നീ മുഹ്സിനാണോ ചോദിച്ചു. എന്താ മുഹ്സിൻ എന്ന് പറഞ്ഞാൽ? എന്താ, വിവാഹിതനാണോ? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ വിവാഹിതനാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാൾ അംഗീകരിച്ചു, ഞാനാണ് ഈ കുട്ടിയുടെ വാപ്പ, ഞാൻ വിവാഹിതനുമാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ ആ കുറ്റം അംഗീകരിച്ചു. എന്താ കുറ്റം? അയാള് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ കല്ലെറിഞ്ഞു കൊല്ലാൻ പറഞ്ഞു. അതാണ് ഇസ്ലാമിക ശിക്ഷ. വിവാഹിതന് വ്യഭിചരിച്ചാൽ അയാളെ എറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ് ഇസ്ലാമിക ശിക്ഷ. അത് നടപ്പിലാക്കേണ്ടത്. അങ്ങനെ സഹാബികൾ പറയാൻ, നിങ്ങൾ ഒരു കുഴി വെട്ടി ആ കുഴിയിൽ അയാൾ ഇറക്കി നിർത്തിയതിനു ശേഷം അയാൾ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കി. അതിന് അയാൾ മരിച്ച് പിന്നെ ഇസ്ലാമിക ശിക്ഷ അയാൾ നടപ്പിലാക്കി അയാൾ മരിച്ചു കിടക്കാൻ. അങ്ങനെ ഇസ്ലാം തങ്ങളുടെ സഹാബത്തിരിക്കുമ്പോൾ വേറെ വ്യക്തികൾ അയാളെല്ലാവരും കൂടി വളഞ്ഞ് നിസ്ലാസമ്മതങ്ങളുടെ അടുക്കലേക്ക് പിടിച്ചോണ്ടിട്ട് പിന്നെ നിസ്ലാസമ്മതങ്ങൾ ചോദിച്ചു, ഈ വ്യക്തി ആരാണെന്ന് ചോദിച്ചു, നിങ്ങൾ ആ കുട്ടൻ ആളാരാണെന്ന് ചോദിച്ചു. അപ്പൊ ചില സഹാബികൾ പറഞ്ഞു, ആ ഹബീസിന്റെ വാപ്പയാണെന്ന് പറഞ്ഞു. ആ ഹബീസിന്റെ വാപ്പയാണ് എന്ന് പറഞ്ഞു. വാപ്പയാണെന്ന് അയാൾ വാദിക്കണം, അയാൾ പറയുന്നത്. ഏതാ ഈ ഹബീസ് എന്നവര്? പിന്നെ എറിഞ്ഞു വന്ന വിചാരപ്പെട്ട ചെയ്ത വ്യക്തി ഹബീസിന്റെ വാപ്പയാണെന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഹബീസ് എന്ന് പറഞ്ഞ ആ വ്യക്തി അയാൾ അല്ലാഹുവിങ്കൽ കസ്തൂരിയേക്കാൾ നറുമണമുള്ള മുന്തിയ വ്യക്തിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ പറയാണ്, ഞങ്ങൾ അയാളെ കുറിച്ച് ഹബീസ് എന്ന് പറഞ്ഞ, ഹബീസ് എന്ന വ്യക്തി ആരാണ്? അള്ളാന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ നറുമണമുള്ള മഹനീയനാണ്. അത് റസൂലുള്ള പറഞ്ഞോടുകൂടി ഞങ്ങൾ എന്ത് ചെയ്തു? ഈ വാപ്പാരൊപ്പം കൂടിയിട്ട് ആ ജനാസ എടുത്ത് ഞങ്ങൾ കുളിപ്പിച്ച് ഞങ്ങൾ കഫൻ ചെയ്ത് ഞങ്ങൾ അയാളെ നമസ്കരിച്ചിട്ട് ഞങ്ങൾ അയാളെ സംസ്കരിച്ചു എന്നാണ് സഹാബികൾ. ഇവിടെ ഞാനത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില വ്യക്തികൾ, ആ വ്യക്തികളോട് ചില ആളുകൾ ദുഷിപ്പ് പറയും. ആ വ്യക്തി അല്ലാഹുവിങ്കൽ മഹനീയനായി. ഭൗതികമായ കോണുകളിൽ ചില തെറ്റുകൾ അയാളിലേക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തവനായിരിക്കും, അള്ളാഹുവിന്റെ ഉത്തമനായിരിക്കും. പക്ഷെ നമുക്കത് അറിയില്ല. നമ്മളെന്താ വേണ്ടത്? നമ്മൾ ആളുകളിൽ നിന്ന് നമ്മുടെ നാവിനെ ശുദ്ധമാക്കുക എന്നുള്ളതാണ് വേണ്ടത്. നമ്മൾ ആളുകളിൽ നിന്ന് നമ്മുടെ നാവിനെ ശുദ്ധമാക്കാൻ വേണ്ടത്. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കുറ്റമറ്റ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. നോക്കൂ, നിങ്ങൾ ജനങ്ങൾ വിധിച്ചത് ഹബീസ് എന്നാണ്. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞത് അത്യബുൽ ഇൻദല്ലാഹി റീഹിൽ മിസ്ക് എന്നാണ്. അപ്പോൾ അത് നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം. മായിസ് ബിൻ മാലിക്കിന്റെ സംഭവത്തിൽ മായിസ് എനിക്കറിയാം, മായിസ് ഗാമിനിയുമായിട്ടുള്ള അവിഹിത ബന്ധത്തിൽ മായിസിനെ എറിഞ്ഞു വന്നു. അദ്ദേഹത്തിന്റെ കുറ്റം സംബന്ധിച്ച സ്ഥിതിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞു. മായിസിനെ എറിഞ്ഞു വന്നു. മായിസ് ബിൻ മാലിക്കിനെ എറിഞ്ഞു വന്ന് ആളുകൾ പിരിഞ്ഞു വരുമ്പോൾ ഒരു സംഭവം, ശിക്ഷ നടപ്പിലാക്കി വരുന്ന മുസ്ലിം ലീഗുകളിൽ ചിലർ എന്ത് ചെയ്തു? ഈ മായിസിനെ കുറിച്ചിട്ട് അവർ കളിയാക്കി പറഞ്ഞു. എന്താ കളിയാക്കി പറഞ്ഞത്? മായിസ് തെറ്റ് ചെയ്തെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മായിസിന്റെ തെറ്റ് മൂടി വെച്ചു. പക്ഷെ മായിസ് എന്ത് ചെയ്തു? അള്ളാഹു മൂടി വെച്ച സ്ഥിതിക്ക് മിണ്ടാതിരുന്നാൽ മതി. റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിലെ തഖീർ, എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ കുറ്റേറ്റ് പറയുക ചെയ്തു. അപ്പൊ ഇവർ പറയുന്നത്, അള്ളാഹു മൂടി വെച്ച സ്ഥിതിക്ക് മായിസിനും അത് മൂടി വെച്ചാൽ മതി, പാടില്ല, പട്ടികൾ എറിഞ്ഞു കൊല്ലും പോലെയാണ് വന്നത് എന്ന് പറഞ്ഞു. മായിസിനെ കുറിച്ച് പറയുന്നത് പട്ടികൾ എറിഞ്ഞു കൊല്ലപ്പെടുമാറ് എറിഞ്ഞു കൊല്ലാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് അള്ളാഹു മൂടി വെച്ച കുറ്റം അയാളെ ഏറ്റു പറഞ്ഞു എന്ന് മായിസിനെ കുറിച്ച് ഇവർക്ക് സഹാബികളിൽ ചിലർ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെ ഇങ്ങനെ പോരുന്ന സമയത്ത് ഒരു കൈത ചെത്തടക്കുന്നുണ്ട്. അങ്ങനെ
തങ്ങൾ ആ കൈതയുടെ ശവം കണ്ടപ്പോൾ പറഞ്ഞ് മായതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ ആ വ്യക്തികൾ രണ്ടാളും കൂടിയത് രണ്ടാളും ഞങ്ങളാണ് പറഞ്ഞിരുന്നത്. റസൂൽ എന്താ ഈ കുഴിയിൽ ഇറങ്ങിയിട്ട് ഈ കഴുതന്റെ മാംസം തിന്നാണ്, ഈ ചത്ത കഴുതന്റെ ഇറച്ചി തിന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ആ കുറ്റം പറഞ്ഞതിലേറെ നല്ലത് ഈ ചത്ത കഴുതന്റെ ഇറച്ചി തിന്നാൻ. മനസ്സിലായി? അദ്ദേഹം സ്വർഗത്തിൽ ഒരു സ്വർഗീയ അനുഗ്രഹം ആസ്വദിക്കുന്ന വ്യക്തിയാണെന്ന് റസൂൽ പ്രയോഗം നടത്തിയാരെ കുറിച്ച് മായസിന്. അങ്ങനെയുള്ള ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ഈ ആക്ഷേപം പറഞ്ഞതിലേറെ നിങ്ങൾക്ക് ഉത്തമം ഈ കഴുതയുടെ മാംസം, ഈ ചത്തെടുക്കുന്ന കഴുതന്റെ മാംസം അത് ഇറങ്ങി തിന്നലാണ് എന്ന് മനസ്സിലാക്കുന്ന കുറിച്ച് മുന്നറിയിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആളുകളെ ദുഷിപ്പ് പറയുക അല്ലെങ്കിൽ ആളുകളുടെ പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് മഹാ വെളിപ്പ് ഏർപ്പാടാണ്. അത് ആളുകൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ലോകത്ത് മുഴുവൻ മുന്നറിയിപ്പിൽ ഏൽക്കുമാറാണ് ഈ പ്രയോഗം. എന്നുള്ള ഈ വചനങ്ങളെ അവതരിപ്പിച്ചത് അത് കേവലം ഒരു അഹ്നസ് ഇബ്നു ശുറൈഖ് അസ്-സഖഫിയുടെയോ അൽ അസ്വദ് ഇബ്നു അബ്ദിയബൂസ് അസ്-സഖഫിയുടെയോ അല്ലെങ്കിൽ പിന്നെ ജമീൽ ഇബ്നു യഅ്മുർ അൽ ജമഹിയുടെയോ അല്ലെങ്കിൽ അൽ ആസ് ഇബ്നു വാഇൽ അസ്-സഹബിയുടെയോ ഉമയ്യ ഇബ്നു ഖലഫ് അൽ ജമഹി അല്ലെങ്കിൽ ഉബയ്യ് ഇബ്നു ഖലഫ് അൽ ജമഹി, അതേപോലെ തന്നെ അൽ വലീദ് ഇബ്നു അൽ മുഗീറ അൽ മഖ്സൂമി തുടങ്ങിയ ദുഷിപ്പ് പറയുന്ന, പരദൂഷണം പറയുന്ന, അക്ഷരം പറയുന്ന കേവലം മുസ്ലിങ്ങളുടെ വിഷയത്തിൽ മാത്രമുള്ളതല്ല, അത് വലിയ മുന്നറിയിപ്പായിട്ട് ഇറങ്ങിയ വചനങ്ങളാണ് എന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച സൂറത്തുൽ ഹമസ അതിന്റെ പ്രയോഗം അതാണ്. ഹമസ യഹ്മിസു, അതേപോലെ ലമസ ഇവിടെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ റമസ, ഇതൊക്കെ ദറബ ബാബാണ്. ദറബ ബാബാണ്, ദറബ എതിർപ്പ് ബാബാണ്. ഹമസ യഹ്മിസു, ലമസ യൽമിസു, റമസ യഗ്മിസു ബാബാണ്. മനസ്സിലായി? അതിലൊക്കെ പിന്നെ കുത്തുക കൊണ്ട് ഇങ്ങനത്തൊക്കെ പിന്നെ അതാണ് അതിന്റെ പിന്നെ ഭാഷ അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥം. പക്ഷെ അത് പിന്നെ വിശദമായിട്ടുള്ളതായ ചില ആശയങ്ങൾക്ക് പ്രയോഗിക്കപ്പെടും. അങ്ങനെയാണ് ഈ ഇതൊക്കെ വരുന്നത്. ഈ പറയുക, ആക്ഷേപിച്ച, പരദൂഷണം വരെ തുടങ്ങിയതായി ഇതിനൊക്കെ വരുന്നത്. യഹ്സബു അന്ന മാലഹു മാലഹു കശ്ഫി മാൽ ലാ 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 അബദ് യഹ്സബു അന്ന മാലഹു മാൽ എന്നുള്ളതാണ് അതിന്റെ ഇസ്മാണ്. മാലഹു സ്വത്ത്, സമ്പത്ത് എന്ന് പറഞ്ഞത്. അതും അതിന് ഇസ്തിഫാമിയ ഇവിടെ നിന്നെ അറിയിക്കുന്നത് എന്താണ്? മാ ഇസ്തിഫാമിയ മൽ ഹുതമ എന്ത് എന്നുള്ളത് അതും മാ ഇസ്തിഫാമിയ. ഇനി മാ മൗസൂലത്തെ മാ എന്ന് പറയുന്നത് ചില മുഫസ്സിരീങ്ങൾ വമാ അദ്റാക് അല്ലദി അൽ ഹുതമ, അൽ ഹുതമ എന്നത് എങ്ങനെയുള്ളത് എന്നത് നിന്നെ അറിയിക്കുന്നത്. ആ രീതിയിലും അതിനെ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ മാ ഇസ്തിഫാമിയ ഇവിടെയും മാ ഇസ്തിഫാമിയ എന്ന് പറഞ്ഞെങ്കിൽ ഞാനത് വ്യാകരണത്തിലേക്ക് പോകുന്നത് ആളുകൾക്ക് കൂടുതൽ വ്യാകരണം പറഞ്ഞെങ്കിലും ഒറ്റ ആശയം കൊടുത്താൽ പറ്റുന്നത്. ഇല്ല, ആ തീ കൊണ്ട് അള്ളാഹ്ക്കെ ശിക്ഷിക്കാൻ പാടുന്ന വേറെ തീ കൊണ്ട് ശിക്ഷിക്കാൻ പാടില്ല, അതിൽ ഇഷ്കാരില്ല. പക്ഷെ ഇവിടെ നാറുള്ള എന്ന് പ്രയോഗിച്ചത് ആ ദീന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് നാറിനെ അള്ളാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്തു? അത് ആ നാറിന് ചില പ്രത്യേകതകളുണ്ട്, അത് അറിയിക്കാനാണ്. അത് ഈ പറഞ്ഞ ആളുകളുണ്ടല്ലോ, ഞാൻ പറഞ്ഞ ആളുകൾ തന്നെയില്ല, അവരൊക്കെ സമ്പന്നന്മാരായിരുന്നു. അവരുടെയൊക്കെ പ്രത്യേകത അവരത് എണ്ണിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു. അവർ പരലോകത്തെ കളിയാക്കുന്നവരും കളവാക്കുന്നവരുമായിരുന്നു. അവരുടെ വിഷയത്തിലാണ് ആയത്തിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരക്കാരുടെ വിഷയത്തിലാണ് ആയത്തിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അവരാണ് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, പ്രഥമമായിട്ട് ഉദ്ദേശിക്കുന്നത്.
അതേസമയം എല്ലാവരും പൈസ ഇട്ടിട്ട് ആക്ഷേപിക്കുന്നവർക്ക് വാക്ക് വരുന്നവരായിക്കൊള്ളുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ സ്വഭാവം കൂടുതലുള്ളത് അങ്ങനത്തെ ചില ആളുകൾക്കായിരിക്കും എന്നുള്ളത് നേരാണ്. പക്ഷെ ഒന്നുമില്ലാത്തവരും ഉണ്ടല്ലോ. പിന്നെ ഇപ്പൊ നമ്മുടെ മലപ്പുറം നാടൻ ഭാഷയിൽ പറയും, അല്പന് ഐശ്വര്യം കിട്ടിയ പാതിരാത്രി കൊടയോടും. അല്പന് ഐശ്വര്യം കിട്ടിയ പാതിരാത്രി കൊടയോടും മറ്റല്ലേ. ചില അമ്മാരി ആളുകൾക്കും അഹങ്കാരം ഉണ്ടാവും. അതുകൊണ്ടല്ലേ പിന്നെ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയോ സംസ്കരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ആളുകളുടെ കൂട്ടത്തിൽ പറഞ്ഞ ആയിലും മുസ്തക്ബിർ എന്നാണ്. ആയിലും മുസ്തക്ബിർ. എന്താ ഈ ആയിലും മുസ്തക്ബിർ? അഹങ്കാരിയായ അന്യാശ്രയക്കാരൻ. ഒന്നുമില്ല, ദരിദ്രനാണ്, എന്നാലും അഹങ്കാരിയാണ്. സമ്പന്നൻ അഹങ്കരിക്കുകയാണെങ്കിൽ സമ്പത്ത് ഉണ്ടെന്നുള്ള എനിക്കൊന്ന് വക വെച്ചു കൊടുക്കാൻ. പക്ഷെ പാടുള്ളതല്ല, ശരിയാണ്. പക്ഷെ എന്നാലും അവന് സമ്പത്തോണ്ടാണ് അവന്റെ കരുവ് എന്ന് പറയാം. ഇതൊന്നും ഇല്ലാത്തവൻ ഞാനുള്ളിലും സീൽക്കാരമോ ഞാനെന്ന അഹങ്കാരമോ എന്നറില്ലേ. ഒന്നുമില്ലാത്തവൻ അഹങ്കരിക്കുമ്പോ അതെന്താണ്? പറ്റും പാളീസാണെന്ന് അതിന്റെ അർത്ഥം. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. പക്ഷെ പൊതുവെ ഇത്തരം സ്വഭാവങ്ങൾ ഇത്തരം ആളുകൾക്കായിരിക്കും എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച സ്ഥിതിക്ക് അത് ആ രീതിയിൽ മനസ്സിലാക്കാം. ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത് വഖലീലും മാ ഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.